പരലിനെ പിടിക്കാനുള്ള തപ്പി തപ്പി തപ്പി. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ മാറ്റർ വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, ഞങ്ങൾ ഇന്ന് പാടത്തേക്ക് മീൻ പിടിക്കാൻ പോകട്ടോ. ഞാൻ അവിടെ ആകുമ്പോൾ ഫാസിൽ എപ്പോഴും വിളിച്ചിട്ടാ നമുക്ക് പാടത്തേക്ക് പോകണ്ടേ, കളിക്കാൻ പോകണ്ടേ, ടർഫിക്ക് പോകണ്ടേ, മീൻ പിടിക്കാൻ പോകണ്ടേ പറഞ്ഞിട്ട് വിളിച്ച് വെറുപ്പിച്ചിട്ട് ഇവിടെ വന്നപ്പോൾ ഓനിക്ക് പാടമില്ല വരമ്പുമില്ല. അപ്പൊ ഇന്നലെ ഞാൻ ഓനെ വിളിച്ച് മൂപ്പിച്ചിട്ട് ഇന്ന് മീൻ പിടിക്കാൻ പോകണം, മസ്റ്റായിട്ടും പോകണം പറഞ്ഞിട്ട് ഒന്ന് വിളിച്ച് മൂപ്പിച്ചിട്ട് ഇന്ന് അങ്ങനെ ഗൈസ് ഞങ്ങൾ മീൻ പിടിക്കാൻ പോവാണ്. എന്താ ഓനക്കും തിരക്കാണ് എനിക്കും തിരക്കാണ്, പക്ഷെ ഇന്നാട്ടിലും തിരക്കാണ് ഓനക്ക് ഞാൻ നാട്ടിലെത്തിയപ്പോ. അപ്പൊ ഇന്ന് ഞാൻ ഓനെ ഇന്നലെ മൂപ്പിച്ചിട്ട് ഒരു പരിപാടിയും വെക്കണ്ട, ഇന്ന് നമ്മള് മീൻ പിടിക്കാൻ പോകുന്നു പറഞ്ഞിട്ട് ഇന്ന് ഞങ്ങൾ മീൻ പിടിക്കാൻ പോവാണ്. അപ്പൊ ഇന്ന് നമ്മള് ചേർലിന് കടന്ന് വിളയാടും. അപ്പൊ അതാണ് ഇന്നത്തെ വ്ളോഗ്, മീൻ പിടുത്തം. ഗൈസ്, ഞാൻ പറഞ്ഞ വാക്ക് പാലിച്ചേക്കണു. ഓനതാ പാടത്തിന്റെ നടുവില് അല്ല മീനെവിടെ? മീൻ അവിടെ ഉണ്ട്, വായ കാണിച്ചരാ. ഇന്ന് ഞാൻ മീൻ പിടിച്ചിട്ടില്ലെങ്കിൽ പാടത്തേക്ക് വന്ന കോലം നോക്കട്ടെ. അല്ല ഇതൊക്കെ അവിടെ നിന്ന് മാറ്റോ? മാറ്റി പോണം, അവിടെ നിന്ന് മാറ്റണവാ. ഗായ്സ്, ഇവിടെ ഉണ്ട്, അതിന്റെ ആ മുകളില് വേറെയും പൂട്ടുന്നുണ്ട്. അപ്പൊ ആ നിക്കുന്ന ഒരുത്തം നിക്കുന്നുണ്ടോ, അത് നമ്മളെ വെയിറ്റ് ചെയ്ത് നിക്കുന്നവനാണ്. തെക്കിളി അല്ലാം ചളി ഗൈസ്. ഫാസില് ഐഫോണ് വള്ളത്തിൽ പോയ എന്താ വില എന്ന് എനിക്കറിയില്ലേ? 6 പാക്ക് ഗൈസ്, വയറുള്ളിലേക്ക് പിടിച്ച്. ഗൈസ്, ഈ പടത്തിലാണ് മീനുള്ളത്. അപ്പൊ നമ്മൾ ഈ പടം കണ്ട ആൾക്കാരൊക്കെ മീൻ തപ്പിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇതാണ് ജംഷീദ്, ഇവനാണ് മീൻ പിടുത്തക്കാരനാണ് ഫാസിൽ പറയുന്നത്. 10ാമത്തെ ഏത് മീനെ കണ്ടാലും ഓൻ പിടിക്കുന്ന അറിയണേ. ഓനറിയാതെ ഒരു മീൻ പോലും പോലെന്ന് പറഞ്ഞു. ഗായ്സ്, ഞങ്ങക്ക് വലിയൊരു തിമ്മിങ്കലത്തിന് തന്നെ കിട്ടിയിട്ടുണ്ട് ഗായ്സ്. ഇതാണ് പന്നിന്റെ മീന് ഗായ്സ്. അങ്ങനെ ഞാനും ഡ്രസ്സൊക്കെ മാറിയിട്ടുണ്ട്. ഇന്ന് നമ്മൾ പൊളിക്കും ഗായ്സ്. ഇനിയിപ്പോ ഈ കണ്ടത്തിൽ ചെറിയ കണ്ട ഇതിലധികം മീനൊന്നും ഉണ്ടാവില്ല. വലിയ കണ്ടത്തിൽ ഇറങ്ങുമ്പോ ഈ ഇറങ്ങിയാൽ മതി. അതെ ഗായ്സ്, ഉണ്ടോ അവിടെ കണ്ടമ്പൂട്ടും. ഇതാ ആ കവറിൽ പോയി കയ്യിലുണ്ടാവും. നോക്ക്, ചക്കൻ പരിഷ്കാരിയാണ്. പാരീസ്കാരൊന്നുമല്ല, ഞാനൊക്കെ കൊറേ മീൻ പിടിച്ചിട്ടില്ല ഗായ്സ്. നമുക്ക് ഇവിടെ കൊറേ മീനൊക്കെ കിട്ടിക്കണം കേട്ടോ. ഫോണിലൊക്കെ ഇപ്പൊ ചളിയായുണ്ടല്ലോ. എന്തോ കിട്ടി ഒന്നുമില്ല ഗായ്സ്, ചളി. ഓട്ടം നോക്കണ്ട, അത് പൊളിച്ചു. ഞാൻ ചവിട്ടി ഇവിടെ കിട്ടിയോ? എവിടാ ചിലക്കണ്ടല്ലോ, എന്നെക്കൊണ്ട് നടക്കൂ കിട്ടേ. പോക്ക് അതിൽ കാണാനല്ലോ, എന്നാ കാണേ. ഒലോക്കിന്റെ വലിയൊരു ചത്ത കണ്ണനെ കിട്ടിയിട്ടുണ്ട് ഗൈസ്. വിളിച്ചു പിടിക്കണം. എന്തതിന്റെ ഇടയില് പൂച്ചേ നോക്കിയ കിട്ടി ഗൈസ്. കുറച്ച് പൊൽപ്പോത്തുണ്ട്, അത് പിടിച്ചാലും നമുക്ക് ഇതാ തുമ്പി കിടക്കണ്ട് ചേനെ. അത് പിടിക്കും, സ്വയം പിടിക്കേണ്ടി വരും. എന്തായാലും നടക്കുവോ? എവിടെ പരലും എന്തൊക്കെ തിരയുന്നുണ്ട്. മഴയും പെയ്തു, മഴയും കൊണ്ടിട്ട് മീൻ കിട്ടും നിൽക്കൊരു പ്രതീക്ഷയില്ല കേട്ടോ. കുഞ്ഞു പരലിനെ പിടിക്കാനാണ് നിൽക്കണേ. ഈ ഫോണൊന്ന് പിടിക്കോ, ഞാൻ പിടിക്കാം മീന്. സത്യമായിട്ട് ഞാൻ നാട്ടിലല്ല മീൻ പിടുത്തക്കാരനായിരുന്നു. കണ്ണനെ കിട്ടി. അതെങ്ങനെ കിട്ടി ഗൈസ്? വെറുതെ തല്ലല്ലോ കേട്ടോ, അതിന് നാക്കുണ്ട്. തലവണ കണ്ടോ
പാടില്ല. പറ എന്ത് പറയാനും മഴയത്തെ ഇപ്പൊ ഓടുക ഫോൺ കൊടുത്തിട്ട് അന്നലെ ഇങ്ങനെ വാട്ടർ റെസ്റ്റല്ലേ ഒന്നുകൂടെ നല്ല മീൻ കിട്ടുന്നുണ്ട്. അതെ, ആകെ ഒരു കണ്ണനെ കിട്ടിയിട്ടുണ്ട്. അതിന്റെ വർത്താനം കേട്ടോ ഡോൾഫിൻ പിടിച്ച പോലെ. പക്ഷെ എന്താ ചെയ്യാ, എനിക്ക് എടുക്കാൻ വയ്ക്കണില്ല. അതെ, കാരണം നമ്മൾ സ്ക്രിപ്റ്റഡ് അല്ലാതെ അടിപൊളി സാധനം കിട്ടണമെങ്കിൽ നേരത്തെ കാലം ഇപ്പൊ ഞാൻ രാവിലെ ഒന്ന് വിളിക്കുകയാണെങ്കിൽ വാണെങ്കിൽ വന്നു. ഞാനൊരു മാസത്തോളമായിട്ട് ഇവിടെ, പക്ഷേ 20 വയസ്സ് തന്നെ വന്നിട്ട് ഞാൻ വന്ന മുതൽ പറയൽ തുടങ്ങിയ കഴിച്ച്. എന്താ എന്റെ സൗകര്യത്തിന് നടക്കാൻ അല്ല, എന്നാ എന്റെ സൗകര്യത്തിന് ഞാൻ നടക്കണം. നല്ല കിട്ടുള്ളൂ. ചവിട്ടാ തോട്ടിട്ട് ഞാൻ ഇത് അത് ഓഫ് ചെയ്യണ്ട ഞാൻ പറയുകയാണെങ്കിൽ. കാരണം എപ്പോഴും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് സാധനം കിട്ടുന്നത്. അതെ, ഞാനും എനിക്കെന്നെ കാട്ടി കൊടുക്കും മീന്, അല്ലാതെ ഉപ്പം പിടിക്കും നിൽക്കുന്നില്ല. ഇവന് കോൾ ചെയ്ത് സൈഡ് പോവാ മഴയുടെ ഓരോരുത്തർ കുഞ്ഞല്ലേ പിന്നെ മീനൊക്കെ സ്രാവ് ഉണ്ടാവും. അല്ല, ഈ ചെറിയ പരലിനെ കിട്ടിയിട്ട് എന്താ കാര്യം? കൊതുവിനെ പോലും പിടിക്കാൻ പറ്റൂല, അവനെ കടച്ചലക്കണം. എന്തേലും കണ്ടിട്ടാണ് നിൽക്കുന്നത്. വലിയ മീൻ ഉണ്ടാവൂല. അപ്പൊ ഞങ്ങൾ ആ കണ്ടത്തിന്ന് മാറ്റിയിട്ട് ഗൈസ് ഈ കണ്ടത്തിലേക്ക് വരികയാണ്. ചെറിയ കണ്ടാണ് ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ കണ്ടത്തൊക്കെ ഇറങ്ങും. അപ്പൊ കാണിച്ചു തരാം. അപ്പത്തിന് എന്റെ ഫോണിൽ ചാർജ് ചെയ്യും. വാവ്, വാസിലെന്തോ കിട്ടി. പരലിനെ പിടിക്കാനുള്ള വാസിലെ കിട്ടി. കിട്ടിയടാ. എന്ത് കരുതലേ? മീൻ ഐഡന്റിഫൈ ചെയ്യാൻ കഴിയണില്ല. ചേറിലെ മുങ്ങിയുണ്ട്. വലിയ പറഞ്ഞാടാ നമുക്ക്. അത് നമുക്ക് ലാസ്റ്റ് കാണിച്ചു തരാം കേട്ടോ മക്കളെ. അയ്യോ, ചെറുതിനെ പിടിച്ചാൽ മതി, സമാധാനം ഉണ്ടാവില്ലൊക്കെ. തപ്പി അംശിതൊന്ന് കാണിച്ചു കൊടുത്തു പരലിനെ. ചത്ത പരലിനെ എടുത്തു. അംശിതേ ഒരു മിനിറ്റ്, എന്റെ പരലായിരിക്കണം ചെക്കത പിടിക്കണ്ടില്ലേ? ഒരു സാധനം ഇത് പൊടി. കാല് മാത്രം ശ്രദ്ധിച്ച് ചുരുത്തില്ലല്ലോ. കിട്ടിയോ? ഞാൻ എന്റെ പരല അതിന്റെ ഉള്ളിൽ കിട്ടിട്ടില്ലേ? അത് ചെറിയ പരല, ഇത്രയൊന്നും പിടിക്കണ്ട. ഞാൻ ചെറുതൊന്നും പിടിക്കണില്ല. ആ വലിപ്പുള്ള പരലിനെ എന്നെ പിടിച്ച്. കണ്ടോ ആ വലിപ്പുള്ള പരല? അതാണത്. സോറി ഏട്ടാ. ഓക്കെ കണ്ടോ, ഇങ്ങനെ ആട്ട് കേൾക്കാനാണ് ഇപ്പൊ എന്നെ കൊടുത്തത്. കണ്ടോ മിനിമം ഈ വലിപ്പം. ഈ വലിപ്പത്തിന് എന്താ ചാറ് വെച്ചാ പറ്റൂലേ? പറ്റൂല, ഞങ്ങൾ ഈ വലിപ്പത്തിൽ പിടിക്കല്ല. കിട്ടും. നീ ഞാട്ടെന്നും മടുത്ത് പ്രത്യേകം പറഞ്ഞ പറയട്ടോ. കളിയാക്കല്ല, പൊട്ടനാണെന്ന് പിന്നെ തെളിയിക്കരുത്. ഞാൻ വിളിക്കുവാ കണ്ടിട്ട്. പിന്നെ എന്ത് ഈ കാണിക്കണെന്നാവൂ? കണ്ണനല്ല തവളെ അലയാണ്. ഞാൻ പിടിച്ചേക്കണു, എനിക്കറിയാം. പിന്നെ കണ്ണനെ പിടിക്കാനൊക്കെ വെക്കണില്ല എന്നല്ലേ ഉള്ളൂ. അത് ഞാൻ കാണിച്ചു തരാം. എനിക്ക് ഒന്നാമത് എനിക്ക് വെളിച്ചത്തെ കാണുള്ളൂ, പക്ഷേ കലങ്ങാത്ത വെള്ളത്തിലേ കാണുള്ളൂ. കലങ്ങാത്ത വെള്ളത്തിൽ കണ്ണനിപ്പോ കിട്ടും. ഇത് കലങ്ങിയോണ്ടായിട്ട് കുറച്ചെങ്കിലും ഞാൻ ചൂണ്ടലിട്ട് പിടിക്കും. നടക്കും. ദുബായി പോയിട്ട് 4 ചൂണ്ടലിട്ട് നടന്നൂടെ അവിടെ? ഗൈസ് അങ്ങനെ ഒന്നുമില്ല. പിന്നെ ഫോണ് സ്വിച്ച് ഓഫ് ആയി, മഴയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫോണ് സ്വിച്ച് ഓഫ് ആയി പോയി. അപ്പൊ നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അല്ലെങ്കിൽ വ്ളോഗിന് വരുമ്പോൾ ഒരു 30%, 20% ഒക്കെ മതി ഗൈസ്. അപ്പൊ അതുകൊണ്ടൊക്കെ നമുക്ക് പെട്ടെന്ന് എടുക്കാമല്ലോ. ഹൈ ഗൈസ്, ഇത് സംഭവം എന്താ വെച്ചല്ലേ, ഇപ്പൊ ഇത് വിചാരിക്കണ നമ്മള് സ്വിച്ച് ഓഫ് ആയി അതായി ഇതായി നമുക്ക് മീൻ കിട്ടിയില്ല എന്ന് വിചാരിച്ചിട്ട് അങ്ങനെയല്ല. മാറൂഫ് കണ്ടിട്ടില്ല സത്യം പറഞ്ഞ മീൻ കിട്ടിയെന്നോ.
കണ്ടിട്ടില്ല ആൾക്കേ വിഷമായിട്ട് വ്ളോഗ് നടക്കില്ല അന്ന് പാടത്തുണ്ട് മീശ അതല്ല ലീവ് മീൻ പിടിച്ച് കാണിച്ചു കൊടുത്തു ബ്ലോഗില് എത്ര അതില് ചെറിയ 2 പരലുണ്ടാവും അത് മാത്രം മെഹറൂഫിന്റെ കേട്ടോ ഇത്ര പോകുന്ന ഒരു മീനിനെ പിടിച്ചിട്ടുണ്ട് guys. എത്ര 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 അപ്പോ നമ്മളിവിടെ വള്ളത്തിൽ രസിക്കാവുന്ന മീന് ഗൈസ് നമ്മളൊരു മുതൽ തന്നെ പിടിച്ചു കൊടുത്തിട്ടുണ്ട്. അതെ കരിമുക്ക അടിപൊളി നമുക്ക് കാണാം ഗൈസ് എത്ര മീൻ കിട്ടിയിട്ടുണ്ടെന്ന് നമുക്ക് കാണാം ഗൈസ്. ഫാസിലിന്റെ അമ്മാക്ക് ഇനി 1 മാസത്തിന് മീൻ പിടിക്കും അല്ല മീൻ മേടിക്കേണ്ട ആവശ്യമില്ല. കണ്ണൻ എത്ര കണ്ണനെ കിട്ടും കോട്ടി ഇതാണ് ചത്താലും കോട്ടി കുത്തുന്ന് പറയണത് എങ്ങനെയാണ് ഇങ്ങനെ കുത്തിക്കണുണ്ടോ ഇത് ചത്തുക്കണു അതതിന്റെ കുത്തും അങ്ങനല്ലമ്മ പഴഞ്ചൊല്ലേ ഉമ്മയുടെ പഴഞ്ചൊല്ലിന്റെ പടക്കണ മീന് എനിക്ക് ഇതില് ഒരു സ്പെഷ്യൽ സാധനം കിട്ടിക്കണം ഇത് പോയ ടൈമില് ഇതുണ്ടെങ്കിൽ അതിന് ഞങ്ങള് കുറെ നേരം ആരില്ലാത്തൊരു പാടത്ത് ഇങ്ങനെ നിന്നില്ലേ എല്ലാരും പോയൊരു ടൈമില് പിന്നെ അതിന്റെ ഉള്ളിൽ വല്ല മീനുണ്ടെങ്കിൽ കൊടുത്തിട്ടോ ആ സ്പെഷ്യൽ സാധനം എന്താ അറിയോ ഏതാണ് കുറേ നേരം അങ്ങോട്ട് തിരിപ്പിച്ചിരുന്ന ഇത് എന്തൊക്കെ ജീവൻ ഇവൻ ഞങ്ങളായിട്ടാണ് വെറുപ്പിച്ചിക്കണ ഈ സാധനം സാധനം കിട്ടി മേടിയും തലക്കിട്ടത് ഒരു വളവുണ്ടല്ലോ അതൊക്കെ ആഫ്രിക്കൻ മുയ്യ്. ഇതാണ് ഫാസിൽക്ക് ആദ്യം പിടിച്ച സാധനല്ലേ പിന്നെ പോലെ ഓടി പോയിട്ട് മേടിയത് അത് ചത്ത മീനായിരുന്നു എപ്പോഴും ജീവൻ ആ ചത്ത മീനും കുറെ ചത്ത മീനും കൊറേ പരലിട്ടുണ്ട്. ആ പരലുകളൊക്കെ ഞാനാണ്. വെറും നമ്മളൊരു എത്ര നേരം കൊണ്ട് മറഫേ അതെ നമ്മളൊരു 1 മണിക്കൂർ തേച്ചില്ല 2 കണ്ടത്തില് നമ്മള് സാധനം പിടിച്ച് ഫോണിന്റെ ചാർജ് കഴിഞ്ഞിട്ടില്ലെങ്കിൽ നമുക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവും പിന്നെ കാണിക്കാനും ഇല്ല നമ്മള് പെട്ടെന്ന് പോകുന്നത്. അതെ മഴ പെയ്തപ്പോ പവർ ബാങ്കിൽ ചാർജ് കേറണില്ല ഫോണിന്റെ മറ്റേ ലിക്വിഡ് ഡിറ്റക്റ്റഡ് കാണിക്കാം. അപ്പൊ നമ്മള് അവിടെ വേറെ ആൾക്കാർ വലിയ വലിയ മീനുകളൊക്കെ പിടിച്ചിട്ടുണ്ട് നമുക്ക് അതിനെ കാണിച്ച് നമ്മൾ അത് കാണിക്കാൻ സത്യം പറഞ്ഞാൽ നമ്മൾ പിടിച്ചിട്ടല്ല നമ്മള് ബാക്കിയുള്ളവർ പിടിക്കുന്നത് കാണിച്ചു തരാൻ വേണ്ടിട്ട് പോയതാണ്. പക്ഷെ സിലോപ്പിയ അത് കല്ലുത്തി നമ്മളിവിടെ കല്ലുത്തി എന്ന് പറയാം മറ്റേ കല്ലിക്കണ്ടി എന്നൊക്കെ പറയണേക്കാ വയനാട് കോഴിക്കോട് ഭാഗത്ത്. അപ്പൊ മെഹറൂഫ് ഈ പിടിച്ചത് തൊട്ട് കാണിക്ക്. ഞാൻ പിടിച്ചതാണ് ഗൈസ് ഈ പരല്. അതല്ല 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 ഇത് ഇതാക്കൂടാ കുത്തുവോ മെഹറൂഫ് പിടിക്കണവനെ കണ്ടോ അപ്പടി പെണ്ണ് വരെ വെല്ലുവിളിക്കണോ എന്ത്ര ഓട്ടേക്ക് പോണം. ആ ഓട്ടേക്ക് പോയതാണ് ഞാൻ സാധനം അവിടെ വെച്ച് കണ്ട ഇന്നെ പിടിച്ചിട്ടില്ലേ ഇവനാണോ വലിയ പിടുത്തക്കാരൻ. അങ്ങനെ പിടിക്കാൻ നിൽക്കാം മീനെ ഒരു മീൻ ഒരു പരലിനെ പിടിച്ചാ ഇല്ല ഈ അതിനെ പിടി ആ വലുതിനെ പിടിച്ചോ കണ്ട് മത്തി അറിയുന്നത് ഇതാ കണ്ണനെ പിടിച്ചോ കണ്ണനൊക്കെ ചെയ്യുന്നുണ്ട് എന്നൊക്കെ പിടി നോക്കട്ടെ. മാറൂഫ് 1/2 മണിക്കൂറായിട്ട് മല്ലിക്കെട്ടിയതാ പെണ്ണ് ഒറ്റടിക്ക് പൊക്കി. അത് ബാലുമ പിടിക്കാനല്ലേ ഞാൻ കഴുത്തിലെ പിടിക്കില്ല അപ്പൊ ഗൈസ് വ്ളോഗ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക. ഇതിൽ ഏറ്റവും വലിയ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും കിട്ടുന്ന റവന്യൂ അതെ ഫാസിൽ ദുരിതാശ്വാസം ബാർകോഡ് അടി കൊടുക്കണ്ടേ എനിക്ക് വേണ്ടിട്ടാണ്. ഞാൻ പണിക്കൊന്നും പോകുന്ന വീട്ടുകാര് അതെ വേർപ്പിന്റെ ഇതൊന്നും മണ്ണിക്ക് ഞാൻ കുളിക്കപ്പന്നെ. അപ്പൊ ഗായ്സ് പണിക്ക് പോകാത്തോണ്ട് വീട്ടിൽ നിൽക്കാൻ പറ്റില്ല. അപ്പൊ ഇവൻ പറഞ്ഞു വ്ളോഗ് എടുക്കുകയാണെങ്കിൽ അതിന്റെ റവന്യൂ സ്കാനർ കൊടുക്കുന്നുണ്ട്. സ്കാനർ വേണ്ട സ്കാനറൊന്നും വേണ്ട ഈ ബുദ്ധിമുട്ടുണ്ട് നമ്പർ കൊടുക്കാം. അപ്പൊ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണോ പറഞ്ഞാ ഞങ്ങള് കൊറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതെ പക്ഷെ ഞങ്ങൾ അതൊരു ബിഗ് ബഡ്ജറ്റ് മൂവി ആക്കും ഞങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ നാളെയും മീൻ പിടിക്കാൻ പോവുക ചെയ്യാം പക്ഷെ ടൈമില്ല. അതെ ആകെ മുഞ്ചാണ് ഇന്ന് എന്താ പറയുക പവർ ബാങ്ക് ചാർജ് ഉണ്ടായിരുന്നു പക്ഷെ അപ്പത്തിന് മഴ പെയ്തു അതില് പവർ ബാങ്കിൽ വെള്ളം കയറി ചാർജറിന്റെ വയറിലും വെള്ളം കയറി മൊത്തത്തില് വെള്ളമായി ഫോണിന്റെ ഉള്ളിലേക്ക് ലിക്വിഡ് ഡിറ്റക്റ്റഡ് കാണിച്ചിട്ട് ചാർജറിന്റെ കയറുന്നില്ല. അപ്പൊ അങ്ങനത്തെ ഞങ്ങൾക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല.
ഞങ്ങൾ പിടിച്ചട്ടെ മീനൊക്കെ വീഡിയോസ് ഒക്കെ ഉണ്ട് മീൻ പിടിക്കണം. എല്ലാ ടൈമിലും മീൻ പിടിക്കണം നിങ്ങൾക്ക് ഒരു ബോർ അല്ല പിന്നെ ഇവ നിരാശാകാമകന്റെ പോലെ ഇരുന്നിക്കണേ ബെസ്മായിട്ട്. അപ്പൊ ഞങ്ങള് വൈൻഡപ്പ് ചെയ്യാണ്. ബ്ലോഗ് ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്താ ചെയ്യണ്ടേ? ഞാൻ 2-3 മാസം കഴിഞ്ഞിട്ട് വരാല്ലേ. ഞാൻ യൂട്യൂബിൽ ആക്റ്റീവ് ആവുന്നാവും. ഫോണൊക്കെ കിട്ടട്ടെ, സെറ്റ് ആക്കാം. ഓക്കെ ബൈ. ഓക്കെ ഗൈസ്, ബൈ ബൈ.